വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫോട്ടോഷോപ്പ് ട്രിക്കാണ്. അതായത് ഫോട്ടോഷോപ്പ് ബീറ്റയിൽ നമുക്ക് ഇമേജസിനെ 3D ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സംഭവം ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമുക്കൊരു ഇമേജിന്റെ ഒരു സൈഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ സൈഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ആ ഇമേജിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആംഗിളിലോട്ട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ കറന്റ് ഉണ്ട്. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ക്രിയേറ്റീവ് ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, ഏതൊക്കെ ടൂൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താക്കാണ്, ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ആക്കാണ്. ഫോട്ടോഷോപ്പ് ബീറ്റയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫോട്ടോഷോപ്പ് ബീറ്റയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഒരു നോർമൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ സൈസിലോട്ട് ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഞാൻ ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് ഞാൻ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇമേജിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് ഇതിനെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇമേജിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഞാൻ Ctrl+T അടിച്ച് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എന്താക്കാണ്, ഒരു പ്രിപ്പറേഷൻ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് അത് ഫില്ലായതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് വരിക. അപ്പൊ അതിൽ ഓൾറെഡി അതിന്റെ ഒരു ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്യുന്നു, ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ടിൽറ്റ് ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫണ്ണി കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് ലോഡിംഗ് സ്ക്രീൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു തമാശ ലെവലിൽ നിൽക്കുന്നത്. ഞാനപ്പോൾ ഈ ഒരു ആംഗിൾ ഒക്കെ ആയിട്ട് ഈ ഒരു ആംഗിൾ പിടിക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുകയാണ്. ദെൻ എൻഹാൻസിങ് റൊട്ടേറ്റഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇത് ബാർ ഫില്ലാവണത് കാണാം. ദെൻ അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നമ്മൾ റൊട്ടേറ്റ് ഓപ്ഷന് മുന്നേ ഏത് ക്വാളിറ്റിയിലാണ് കീപ്പ് ചെയ്തത് അതേ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട് കിട്ടും. ഇപ്പൊ ഞാനത് ഫില്ലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഇമേജിന്റെ നമ്മുടെ നമുക്ക് ആവശ്യപ്പെട്ട ആംഗിളിൽ എങ്ങനെയാണോ എന്നുള്ള ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എന്താന്നുള്ളത്. അപ്പൊ ഞാനിതൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അതില് ക്വാളിറ്റി ഡിഫറൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് പക്കയായിട്ട് ആ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഒറിജിനൽ, അതിന്റെ ബാക്ക് സൈഡ്. അപ്പോൾ ലൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നാണ് ക്രൊക്കഡൈലിന് പ്രോപ്പർ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ സൈഡിൽ ഓട്ടോമാറ്റിക്കലി ഷാഡോ ആയിരിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഔട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും അതിനെ ഇപ്പൊ എനിക്ക് ആ ആംഗിൾ വേണമെങ്കിൽ വേറൊരു ആംഗിളോട്ട് പറഞ്ഞാൽ അപ്പൊ ഞാൻ വീണ്ടും എന്ത് കൊടുക്കുകയാണ്, അതിന് റൊട്ടേറ്റിംഗ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ദെൻ ഇത് റൊട്ടേറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിനെ ഒരു ഫുള്ളി 90 ഡിഗ്രി ലെവലിലോട്ട് തിരിച്ചു വെക്കുകയാണ്. പക്ക നമുക്ക് സൈഡ് കാണുന്നത് പോലെ. അപ്പൊ ഞാൻ ആ പക്ക സൈഡ് കാണുന്നത് പോലെ ആക്കിയിട്ടുണ്ട്. ദെൻ ദിസ് ഈസ് ദി റിസൾട്ട്. നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. അപ്പൊ ഇതിനെ എൻ്റെ ആവശ്യത്തിന് ഞാൻ എന്താക്കാണ്, സൂം ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ റൊട്ടേറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ട്രിക്ക് ഇപ്പൊ കറന്റ് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ കാണുന്ന പോലത്തെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ആംഗിൾ ആണ് ഉള്ളത്, പക്ഷെ നിങ്ങളുടെ ഡിസൈനിന് ആ ആംഗിൾ ചെരിച്ചാലാണ് രസം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ആംഗിൾ ഒന്ന് പൊക്കിയാലാണ് രസം ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരു ഡിഫറെന്റ് ആംഗിളോട്ട് ചേഞ്ച് ചെയ്താൽ രസം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്തോ. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. മുന്നത്തെ പോലെ ഒന്നല്ല. നമ്മളിപ്പോ ഇത് ഈവൻ നമ്മൾ ആ ഒരു ഇമേജ് ChatGPT ജെമിനയിലും ഇട്ടിട്ട് ആംഗിൾ മാറ്റി കളിച്ച സമയം കളയേണ്ട, പ്രോംപ്റ്റ് സമയം കളയേണ്ട. ഇതിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് Ctrl+T അടിക്കുന്നു, ജസ്റ്റ് റൊട്ടേറ്റ് ദി സബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള പോലെ ടിൽറ്റോ റൊട്ടേറ്റോ എന്തും ചെയ്യാം. സമയം ഒരുപാട് വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ അടിപൊളിയാക്കിയിട്ട് പെട്ടെന്ന് ഔട്ട് എടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങളുടെ ഡിസൈനർ ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു, അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഇത് ഫോട്ടോഷോപ്പ് ബീറ്റയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പൊ അത് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സീ യു.